ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ കൊച്ചു ഗാർഡൻ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും ചെടികളും പൂക്കളൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, നമ്മുടെ വീട്ടിലെ ചെടികളൊക്കെ നമുക്ക് പരിചയപ്പെടാം. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണല്ലോ ഈ ബോഗൺവില്ല എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മതിലിൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നത് പല കളേഴ്സിലുള്ള ബോഗൺവില്ലാസാണ് കേട്ടോ. ഈ വിൻഡോയുടെ രണ്ട് സൈഡുകളിലായിട്ട് വെച്ചിരിക്കുന്ന ലക്കി ബാമ്പു ആണ് കേട്ടോ. പിന്നെ നടുക്ക് വെച്ചിരിക്കുന്ന സ്പൈഡർ പ്ലാന്റിൻ്റെ ഏതോ ഒരു ഇനമാണെന്ന് തോന്നുന്നു. പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. വളരെ ഭംഗിയുള്ള ഒരു ചെടിയാണല്ലോ റോസാപ്പൂവ്. ഇതിനെ പനിനീർപ്പൂവ് എന്നും വിളിക്കാറുണ്ടല്ലോ. എന്തോ എൻ്റെ ഫേവറേറ്റ് പൂക്കളിൽ ഒന്നാണ് ഈ റോസാപ്പൂവ്. പല നിറങ്ങളിലും ഭാവങ്ങളിലും വലുപ്പത്തിലും കാണപ്പെടുന്ന ഈ റോസാ ചെടികൾ സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും പ്രതീകമായി ലോകമെമ്പാടും അറിയപ്പെടുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലെ കുറച്ച് റോസാ ചെടികൾ നമുക്ക് കാണാം കേട്ടോ. ഇപ്പോൾ മഴക്കാലമായതിനാൽ തന്നെ പല റോസാ ചെടികളിലും ഇപ്പോൾ പൂക്കളില്ല, എല്ലാം ചീഞ്ഞിരിക്കുന്നു. ചെടികളെല്ലാം പരിപാലിക്കുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഫുൾ ക്രെഡിറ്റ് അമ്മയ്ക്കാണ് കേട്ടോ. ഈ മുള്ളുള്ള ചെടിയുടെ പേരാണ് ക്രൗൺ ഓഫ് ത്രോൺസ്. ഇതിൻ്റെ വെള്ള, ചുവപ്പ് എന്നിവയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെയുള്ളത് മഞ്ഞ ചെമ്പരത്തി. ഇതിൻ്റെ വയലറ്റും ഉണ്ട് കേട്ടോ. ഇത് 10 മണി ചെടികൾ. ഇതിൽ നിറയെ പൂക്കളുണ്ടായിരുന്നു. മഴ പെയ്തതിൽ പിന്നെ എല്ലാ പൂക്കളും പോയി. പിന്നെ എനിക്കിഷ്ടമുള്ളൊരു ചെടിയാണ് കേട്ടോ ഇത്, ഫ്ലോറ പെറ്റിലം. അടിപൊളി ചെടിയാണിത്. നന്നായിട്ട് കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയായിരിക്കും.
മതിലിൻ്റെ സൈഡിലായിട്ട് യൂജീനിയ പ്ലാന്റും കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഇടതുവശത്ത് മതിലിനോട് ചേർന്നായിട്ട് നമ്മൾ ആന്തൂറിയം നട്ടിട്ടുണ്ട് കേട്ടോ. ഇതെപ്പോഴും തന്നെ ഈ പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇവയ്ക്ക് ഇളം ചൂട്, തണൽ, കൂടെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. മിതമായ കാലാവസ്ഥയിലാണ് ഈ ചെടി നന്നായിട്ട് വളരുന്നത്. ഫ്രണ്ടിൽ മതിലിൻ്റെ സൈഡിലായിട്ട് ഈ പ്ലാന്റാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഇതിപ്പോൾ തിങ്ങി നിറഞ്ഞ് വളർന്നിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. സ്പൈഡർ പ്ലാന്റിൻ്റെ വേറൊരു ഇനമാണെന്ന് തോന്നുന്നു, വേറൊരു കളറാണ് ഇതിനുള്ളത്. പിന്നെ ഈ സൈഡിലായിട്ട് വെച്ചിരിക്കുന്നത് പല നിറത്തിലുള്ള ഓർക്കിഡുകളാണ് കേട്ടോ. ഈ പിങ്ക് നിറത്തിൽ കാണുന്ന ചെടിയാണ് കേട്ടോ ഡ്രാസിന. പിന്നെ ഇതിൻ്റെ ഇടയിലായിട്ട് സ്പൈഡർ പ്ലാന്റുകൾ നട്ടിട്ടുണ്ട്, 10 മണിച്ചെടികൾ നട്ടിട്ടുണ്ട്. മഴയായതുകൊണ്ട് കേട്ടോ ഇതിനകത്തൊന്നും പൂവില്ലാതെ, അല്ലെങ്കിൽ എല്ലാത്തിലും എപ്പോഴും പൂവായിരിക്കും. ഇതാണ് കേട്ടോ അഗ്ലോണിമ. ഇതൊരു പിങ്ക് നിറത്തിൽ വരുന്നത്. ഇതിൻ്റെ പല കളറുള്ള വേറെ ഉണ്ട്. ഈ പൂമ്പാറ്റേനെ പോലെ ഇരിക്കുന്ന ഈ ചെടീൻ്റെ പേര് കേട്ടോ ഓക്സാലിസ്. ഇത് ബ്ലീഡിംഗ് ഹാർട്ട് വൈൻ. ഈ ഇലച്ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പക്ഷേ ഇതിൻ്റെ പേരറിയത്തില്ല.
സിറ്റ് ഔട്ടിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഈ ചെടികളൊക്കെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ പുറമേ നിന്ന് നോക്കുമ്പോഴുള്ള നമ്മുടെ ഗാർഡൻ. അപ്പോൾ ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്